മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പിശാചിനെ കുറിച്ചുള്ള ചില ചിന്തകൾ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു. അത് തുടർന്ന് നമ്മളത് ചിന്തിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അവനെ ഉയരത്തിൽ നിന്ന് തള്ളിയിട്ടു എന്നൊക്കെയുള്ള ചില ചിന്തകൾ പറഞ്ഞു. എന്നാൽ അത് ഒന്നും ആയിട്ടില്ല. അത് ഇപ്പോഴും സ്വർഗത്തിലും ഭൂമിയിലും അവൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ആധിപത്യമല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വാക്യങ്ങളിലെ അവൻ്റെ ചില ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുള്ളത് അവൻ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും ആണ് എന്നാണ് സൂചിപ്പിച്ചത്. അവന് ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആണ്. അവൻ വിശുദ്ധ പർവ്വതത്തിൽ, വിശുദ്ധ ദേവപർവ്വതത്തിൽ അവനെ ഇരുത്തിയിരുന്നു. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ അവൻ സഞ്ചരിച്ചു പോന്നു. അവനെ സൃഷ്ടിച്ച നാൾ മുതൽ അവന് നിഷ്കളങ്കനായിരുന്നു, അവൻ്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ അവൻ നീതികേട് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ദൈവത്തിൻ്റെ തേജസ് അവനിൽ നിന്ന് മാറ്റി അവനെ അന്ധകാരത്തിലേക്ക് മാറ്റിയത്. ഇത്രയുമൊക്കെ ദൈവം ഹോണ്ടർ. ഇതിപ്പം നമുക്ക് ഇത്രയും മാതൃകയാണ്, ഈ ലോകത്തിൽ ഇത് മാതൃകയാണ്. കഴിഞ്ഞ ദിവസം എനിക്കത് അത്രയും കംപ്ലീറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു മാതൃകയാണ്. ദൈവം പലരെയും ഇന്ന് ലോകപരമായിട്ട് ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്, മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ട് ദൈവം നന്മകൾ തരുന്നുണ്ട്, മക്കൾ മുഖാന്തരം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ തരുന്നുണ്ട്. എന്നാൽ ഇത് മനുഷ്യനെ പ്രാപിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഫലം നല്ലത് വൃക്ഷത്തിലുണ്ടാകുമ്പോൾ വൃക്ഷത്തിൻ്റെ കൊമ്പ് കുനിയുന്നു. കാരണം ഒരുപാട് ഫലം വൃക്ഷത്തിലുണ്ടാകുമ്പോൾ വൃക്ഷത്തിൻ്റെ കൊമ്പ് കുനിയുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളിലേക്ക് ദൈവം നന്മകൾ അനുഗ്രഹങ്ങൾ തരുമ്പോഴേ നമ്മൾ ഹമ്പിളായി തീരേണ്ട ഏറ്റവും ആവശ്യമാണ്, സബ്മിസീവായി തീരേണ്ട ഏറ്റവും ആവശ്യമാണ്. അതിന് പകരമായി നിഗളിച്ചു പോയാൽ നമുക്ക് എന്താണ് ചെയ്യാൻ? നമ്മളെ ദൈവം എന്ത് ചെയ്യും? ദൈവം ഈ പറഞ്ഞ പോലെ നിഗളികൾ ഒരിക്കലും ഉയരത്തില്ല എന്ന് നമ്മൾ കാണുന്നു. ദൈവം വെട്ടിത്താഴെയിടും. അതുകൊണ്ടാണ് നിഗളം അല്ലെങ്കിൽ പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. നമ്മൾ മുമ്പോട്ട് നമ്മുടെ പ്രയാണത്തിലെ വീഴ്ച വരുന്ന ഏറ്റവും ഉള്ള കാണുന്ന സാഹചര്യങ്ങൾ എന്നുവെച്ചാൽ വീഴ്ച നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാനായിട്ട് പ്രൈഡ് കാരണമായി തീരും. ഇവിടെ അതുപോലെയാണ് സംഭവിച്ചത്. എല്ലാ രീതിയിലും പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, അവൻ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ നീതികേട് അവനിൽ കണ്ടു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ എസ്കേൽ പ്രവചനം 28-ൻ്റെ ഈ 18-19 വാക്യങ്ങളിലെ അവനെ ഭാവിയിൽ എന്ത് ചെയ്യുമെന്നും അതിലെഴുതിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ലൂസിഫറിനെ അവനെ നിഗളിച്ചു, അവനെ തള്ളിയിട്ടു. അതിനുശേഷം അവനെ തീ പുറപ്പെടുവിച്ച് അവനെ ദഹിപ്പിക്കുന്നു, അതെഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ ഇല്ലാതെയാകും, എന്നേക്കും സദാകാലത്തേക്കും ഇല്ലാതെയാക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫെയ്റ്റ് സാത്താൻ്റെ വിധി എന്ന് പറയുന്ന നരകത്തിലാണ്. അവനെ എന്നേക്കും ഇല്ലാതെയാക്കും. അതായത് ഇവിടെ അവനിൽ നിന്ന് പ്രകാശം മാറ്റി അവനെ അന്ധകാരത്തിലാക്കി. അവൻ്റെ പാർപ്പിടമായിരുന്ന ഏദൻ ശപിക്കപ്പെട്ടപ്പോൾ ആ ഭൂമിയും ശപിക്കപ്പെട്ടു, അത് പാഴ് ശൂന്യമായി തീർന്നു. അതിനുശേഷം അവനെ വെള്ളം കൊണ്ട് മൂടി. പിന്നീടാണ് അത് വാസയോഗ്യമാക്കി തീർത്തത്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു എന്ന് പറയുന്നത് ആദ്യം അത് ഈ ലൂസിഫറിനെ പാർക്കാനായിട്ട് അവർക്ക് കൊടുത്തിരുന്നത് അവരത് നശിപ്പിച്ചു കളഞ്ഞു, ശാപഗ്രസ്തമാക്കി മാറ്റി. അതിനുശേഷമാണ് ശപിക്കപ്പെട്ട് അത് പാഴ് ശൂന്യമായി പോയത്. എന്നാൽ മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് അവിടെ വാസയോഗ്യമാക്കിയപ്പോഴേ പിശാച് പിന്നെയും എല്ലാ സൃഷ്ടിയെയും ഭരിക്കാൻ ആഗ്രഹിച്ചു. അവൻ ഭൂമിയെ മാത്രമല്ല സ്വർഗത്തെയും ഭരിക്കണമെന്ന് അവൻ്റെ ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ദൈവം ആകാശത്തെ അല്ലെങ്കിൽ വിധാനത്തെ സൃഷ്ടിച്ചപ്പോൾ അത് മാത്രം നല്ലത് എന്ന് കണ്ടില്ല എന്ന് പറയുന്നു. ബാക്കി എല്ലാ ക്രിയേഷനകത്ത് നല്ലതെന്ന് കണ്ടു. എന്നാൽ വിധാനം അവിടെ പിശാച് ഉള്ളതുകൊണ്ടാണ് അത് നല്ലതെന്ന് കണ്ടില്ല എന്ന് പറയുന്നു.
കാരണം പിശാച് സ്വർഗത്തിലുമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 15:15 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. സ്വർഗവും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിർമ്മലമല്ല. സ്വർഗത്തിൽ പിശാചുണ്ട്, അതുകൊണ്ട് അത് നിർമ്മലമല്ല എന്ന് പറയുന്നു. സക്കറിയ പ്രവചനം 3:1 സാത്താൻ കുറ്റം ചുമത്തുന്ന നിൽക്കുന്നതായിട്ട് കാണുന്നു. സ്വർഗത്തിൽ നിൽക്കുകയാണ്, ദൈവസന്നിധിയിൽ കൂടെ കയറി ചെല്ലും. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ നമ്മൾ പാപം ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് കുറ്റം ചുമത്താനായിട്ട് പിശാച് നിൽക്കുന്നുണ്ട്. ഇയ്യോബ് 1:6 നേരത്തെ ചിന്തിച്ചാണ്, ദൈവസന്നിധിയിൽ സാത്താൻ നിൽക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലും അവൻ അവകാശം പിടിച്ചു വെക്കാനായിട്ട് അവൻ നോക്കുകയാണ്. അത് അൾട്ടിമേറ്റ്ലി അവിടുന്ന് വെട്ടിയിടുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ മീഖായേലുമായിട്ട് യുദ്ധം നടക്കുന്നതും അവനെ അവിടുന്ന് വെട്ടിയിടുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. അത് ആയിട്ടില്ല. അത് നടക്കുന്നത് പിശാചിൻ്റെ ഇവിടുത്തെ ഈ ലോകത്തിലെ ഭരണത്തിൻ്റെ സമയത്ത്, ആ സമയത്ത് ആണ് അത് നടക്കുന്നതെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി അവനെ അവിടുന്ന് അടിച്ച് പുറത്തേക്ക് ഭൂമിയിൽ വെച്ച് അവനെ ന്യായം വിധിക്കും. ഭൂമിയിൽ വെച്ച് ന്യായം വിധിച്ചാണ് അവനെ പിടിച്ച് ആദ്യം ചെങ്ങലയിലിടുന്നു, പിന്നെ അഴിച്ചുവിടുന്നു, പിന്നെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവൻ ചാവുന്നു, പിന്നെ അവനെ പിടിച്ച് മഹാസർപ്പത്തെയും പിടിച്ച് എന്നേക്കുമായിട്ട് അഗാധ കൂപത്തിലേക്ക് ഇടുന്നതായിട്ട് നമ്മളെ കാണുന്നു. ഇതൊക്കെ വീണ്ടും എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റായിട്ട് അവൻ്റെ വാസസ്ഥലമായി തീരുന്നത് നരകമാണ്. പല പേരുകൾ അവനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാനായിട്ടുണ്ട്. എന്നാലും ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയാം. പഴയ പാമ്പ് എന്ന് പറയുന്നുണ്ട്. പഴയ പാമ്പ് എന്ന് പറഞ്ഞാൽ ഈസ് ഡിസീറ്റ്ഫുൾ, ചതിവുള്ളവനാണ്. അതാണ് ഈ പഴയ പാമ്പെന്ന് പറയുന്നത്. പിശാച്, സാത്താൻ, അഡ്വേഴ്സറി, രാപ്പകൽ ദൈവസന്നിധിയിൽ സഹോദരന്മാരെ കുറ്റം പറയുന്നവൻ, അപവാദി, ഭൂലത്തെ തെറ്റിച്ച് കളയുന്നവൻ, അതുപോലെ റൂളർ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിലെ റൂളർ എന്നാണ് യോഹന്നാൻ 14:30 പറയുന്നത്. ഈ വെളിപ്പാട് പുസ്തകം 12 അവനെ തള്ളിക്കളയുന്ന സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, വെളിപ്പാട് 12:12 അവൻ അല്പകാലത്തേക്ക് ഉള്ളൂ എന്നറിഞ്ഞ മഹാക്രോധത്തോട്, എന്ന് പറഞ്ഞാൽ പീഡനകാലത്തോടു കൂടി അവൻ്റെ കാറ്റ് തീരും, അതിൻ്റെ എൻ്റോടുകൂടി അവൻ തീരും. അതുകൊണ്ട് അല്പകാലത്തേക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവന് ഭയങ്കര ക്രോധത്തോടു കൂടിയതിലാണ് അവൻ തീരാൻ പോകുന്നത്. ചില കാര്യങ്ങളെ അവന് ഗ്രഹിക്കാൻ അറിയാം, അവനറിയാം അവൻ്റെ പീരീഡ് എത്ര നാൾ വരെ ഉള്ളൂ നമുക്ക് അവനറിയാം. അതുകൊണ്ട് അവനെ അന്ത്യകാല ഘട്ടങ്ങളിൽ അവൻ്റെ ഉഗ്രഭാവം അവനിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴത് നാൾ കൂടി വരുന്നില്ലേ? നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് കൂടി വരികയല്ലേ പൈശാചിക പ്രവർത്തനങ്ങൾ. ലോകത്തിലെ നീതി ഇല്ലാതെയായിക്കൊണ്ടേയിരിക്കുകയാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വരികയാണ്. പിശാചിൻ്റെ ക്യാരക്ടർ എല്ലാം തന്നെ നിയമങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആലേഖനം ചെയ്ത് അത് സത്യമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള എല്ലാ കോടതിയുടെ നിയമങ്ങളായാലും റൂൾസായാലും ലോകത്തിലുള്ളത് മുഴുവൻ 10 കമാൻഡ്മെൻറ്റ്സിൽ നിന്ന് ഉടലെടുത്താണ്. 10 കൽപ്പന ദൈവം കൊടുത്ത. എന്നാൽ ആ 10 കൽപ്പനകൾക്കെല്ലാം ഡയല്യൂട്ട് ചെയ്ത് അത് ഓരോ വിധികൾ അതിനെതിരായിട്ട് വന്ന് ആ വിധികൾ കോട്ട് ചെയ്ത് പുതിയ വിധികൾ വരുമ്പോൾ ഇതെല്ലാം തന്നെ ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാപങ്ങളെല്ലാം ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒരു എക്സാമ്പിളാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഭാഗം. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇപ്പോഴേ വ്യഭിചാരം എന്ന് പറയുന്നത് ലീഗലൈസ് ചെയ്തു അല്ലേ? ഇപ്പം അത് ഒരു പാപമല്ല. അത് പണ്ട് 10 കൽപ്പനയിൽ അത് ഏറ്റവും വലിയൊരു പാപമായിരുന്നു. കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത് സാക്ഷി ഇല്ലെങ്കിൽ അതൊരു പാപമല്ല. സാക്ഷി ഉണ്ടെങ്കിൽ അത് കോടതി വിധിക്കും. അത് തന്നെയും സാക്ഷികൾ പലതും മൊഴിമാറ്റി പറയുകയും പിന്നെ പറയുകയും ഒക്കെ ചെയ്ത് കൊലപാതകത്തെ പോലും ലീഗലൈസ് ചെയ്ത് അത് പാപമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 10 കൽപ്പനകളിലുള്ള കാര്യങ്ങൾ പോലും പണ്ട് ബേസിക്കായിട്ട് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തുപയോഗിച്ചെങ്കിൽ ഇത് അന്ത്യകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തേക്ക് വരുമ്പോഴത്തേക്ക്
ഇതെല്ലാം തന്നെ നോർമൽസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സാധാരണയുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അവൻ അല്പകാലത്തേക്കേ ഉള്ളൂ അറിഞ്ഞ് ക്രോധത്തോടുകൂടി പെരുമാറുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ആ ലെഗ്യോനുമായിട്ട് ഡീൽ ചെയ്ത സമയത്ത് ആ പിശാച് ചോദിക്കുന്ന ചോദ്യമാണ് യേശുവിനോട്. മത്തായി 8:29 സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നു. അന്നേരം അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, പിശാചിന് വ്യക്തമായ ബോധ്യമുണ്ട് അവൻ്റെ സമയം എപ്പോഴാണെന്ന്. ഇപ്പോഴേ ഞങ്ങളെ പാതാളത്തിലേക്ക് നീ അയക്കരുത്, കാരണം ഞങ്ങൾക്ക് പോകാറായിട്ടില്ല. പക്ഷേ എന്നാൽ നീ ദൈവമാണ്, നിനക്ക് കമാൻഡ് ചെയ്യാനുള്ള പവറുണ്ട് നീ ചെയ്യാനായിട്ട്. എന്നാൽ നീ അങ്ങോട്ടേക്ക് ഞങ്ങളെ അയക്കരുത് എന്ന് പറയുന്നു. സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ പോവുകയാണോ? ഞങ്ങൾക്ക് ദണ്ഡന ഉണ്ട് എന്ന് പിശാചിനറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇന്ന് ഈ പിശാചിൻ്റെ ഫോളോവേഴ്സായിട്ട് ലോകത്തിൽ ഒരുപാട് പേര് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ദൈവത്തിനെതിരായിട്ടുള്ളതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒക്കെ അറിയാമല്ലോ. ദൈവത്തിന് വിപരീതമായി നിൽക്കുന്നതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പരിപാടിയൊന്നുമില്ല. ഒന്നീ ദൈവം അല്ലെങ്കിൽ പിശാച്, അതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടിയൊന്നുമില്ല. എന്നാൽ നമുക്ക് അറിയപ്പെട്ട രീതിയിൽ 1966 ഏപ്രിൽ 30 ചർച്ച് ഓഫ് സെയ്റ്റൻ എന്ന് പറഞ്ഞ സാത്താൻ്റെ സഭ, സെയ്റ്റാനിക് വർഷിപ്പ് പ്രകടമായി സാൻ ഫ്രാൻസിസ്കോയിലെ ആൻ്റൺ ലേവി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ ആരംഭിച്ചത്. അതിനുശേഷം അതിൻ്റെ തിയോളജി ഉണ്ടായി, ഈഗോത്തിയിസം, അതുപോലെ ഗവേണൻസ് കൗൺസിൽ ഓഫ് 9, അതിൻ്റെ ഹൈ പ്രീസ്റ്റ് പീറ്റർ എച്ച് ഗിൽമോർ, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക്. അതിനകത്ത് ബൈബിള് കൊണ്ടുവന്നു, സൈറ്റാനിക് ബൈബിൾ കൊണ്ടുവന്നു. മെമ്പർഷിപ്പ് 0 ഡിഗ്രി ടു 5th ഡിഗ്രി, 3 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ പ്രീസ്റ്റാണ്. ഇന്ന് കേരളത്തിലുള്ള എല്ലാ മെയിൻ സിറ്റീസിലും സൈറ്റാനിക് വർഷിപ്പിൻ്റെ ചർച്ചസ് ഉണ്ട്. 1983 കാലഘട്ടങ്ങളിൽ ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സൈറ്റാനിക് വർഷിപ്പിൻ്റെ 83 അത് ഞാൻ ഓർക്കുന്നു. അന്ന് കേരളത്തിൽ പ്രാവർത്തികമായിട്ടുണ്ടെങ്കിൽ ഇന്ന് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം ഇങ്ങനെയുള്ള സിറ്റികളിലെല്ലാം തന്നെ സൈറ്റാനിക് വർഷിപ്പ് ഉണ്ട് നമ്മൾ മറന്നു പോയത്. കാരണം അവൻ്റെ നേരത്തെ പറഞ്ഞ 1/3 ആളിനെ ഉയരത്തിൽ നിന്ന് തന്നെ വഞ്ചിച്ച് കൂട്ടിയിരിക്കുന്നു. അന്നേരം ഈ ഡീമൻസ്, നമ്മളൊക്കെ ഏഞ്ചൽസിൻ്റെ എണ്ണമൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏഞ്ചൽസ്, ഇപ്പോൾ നമ്മുടെ ബൈബിളിൽ പറയുന്ന അനുസരിച്ച് ഓരോ വിശ്വാസിയുടെയും അപ്പുറത്തും ഇപ്പുറത്തും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓരോ ഏഞ്ചൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിശ്വാസി സമൂഹം × 2 തന്നെ നമ്മളൊന്നും കൂട്ടി നോക്കി എത്ര ഏഞ്ചൽസ് ഉണ്ട്. അതിന് ഇതിനകത്ത് ടോട്ടൽ ഏഞ്ചൽസിൻ്റെ 1/3 അവൻ വളച്ച് തെറ്റിച്ചു കൊണ്ടുവന്നെങ്കിൽ അവൻ്റെ കൂടെ എത്ര എണ്ണം കാണും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം, സൈറ്റാനിക് വർഷിപ്പ് ഇന്ന് ഒരുപാടുണ്ട്. അതുകൊണ്ട് അവരിനകത്ത് ഒരുപാട് പേര് കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മളെ ഈ ദിവസങ്ങളിൽ ഓർക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. 2 കൊരിന്ത്യർ 4:4 പറയുന്നത് സൈറ്റൻ ഈസ് ദ ഗോഡ് ഓഫ് ദ വേൾഡ്. നേരത്തെ പറഞ്ഞതാണ്, യേശുവും പറഞ്ഞാണ് യോഹന്നാൻ 14:30 സൈറ്റൻ ഈ ലോകത്തിൻ്റെ ദൈവം ആയിട്ട് പറയുന്നു. ഈ ലോകത്തിൻ്റെ ദൈവം. 2 കൊരിന്ത്യർ 11:14-15 വാക്യങ്ങളിലെ സാത്താനെ പരിജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും എന്നുവെച്ചാൽ അത് എന്നാൽ ഡിസീറ്റ്ഫുള്ളായിട്ട് ചതിക്കുന്നതിന് വേണ്ടി വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്ന പരിജ്ഞാനം നിറഞ്ഞ വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. എഫേസ്യർ 2:2 ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് എയർ എന്ന് പറയുന്നു. എന്താണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, സാത്താൻ എന്ന് പ്രകടമായി എല്ലായിടവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബുക്കുകൾ, നമുക്ക് ബൈബിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ സൈറ്റാനിക് വർഷിപ്പിന് അവരുപയോഗിക്കുന്ന ബുക്കുകൾ, ബുക്ക് ഓഫ് സൈറ്റൻ, ബുക്ക് ഓഫ് ലൂസിഫർ, ബുക്ക് ഓഫ് ബെലിയേൽ, ബുക്ക് ഓഫ് ലിവിയാഥാൻ, ഇങ്ങനെയുള്ള ബുക്കുകളെല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ട്. ബൈബിളിൽ എന്ത് പഠിപ്പിച്ചോ അതിനെല്ലാം തിരിച്ച് ഉൾട്ടയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധേയമാണ്. പലയിടത്തും ഇതിന് ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നത്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ
നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാറ്റാനിക് വർഷിപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അവരുപയോഗിക്കുന്ന സിംബൽസ്, ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അതിൽ കിടപ്പുണ്ട്. ഇതൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. 1966 ഏപ്രിൽ 30 ആരംഭിച്ചാണ്. അത് ഇപ്പം നടക്കുന്ന പ്രസൻറ്റ് സിറ്റുവേഷൻ. ഒരുപാട് പേരെ അവൻ ഇങ്ങനെ ദൂതന്മാരെ തെറ്റിച്ചുകൊണ്ട് പോയതുപോലെ ഒരുപാട് പേരെ ഇന്ന് തെറ്റിച്ചുകൊണ്ട് പോയി. ഇപ്പം നമുക്ക് ഏറ്റവും നേരത്തെ ഞാൻ പറഞ്ഞ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കാഷ്വൽ അപ്രോച്ച് കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പല വർഷങ്ങളോടുകൂടി ഇങ്ങനെ വന്ന സമയത്ത് കണ്ടൊരു കാര്യമാണ്, ഒരു കാര്യത്തിനെക്കുറിച്ചും ഇന്ന് യൂത്ത് അല്ലെങ്കിൽ യങ്ങായിട്ടുള്ളവർക്ക് ഒരു സീരിയസ്നെസ് ഇല്ല. എന്നാൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച്, കാരണം ജീവിക്കുക അല്ലെങ്കിൽ പണം സമ്പാദിക്കുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുക, ആരോഗ്യപരമായി ജീവിക്കുക എന്നൊക്കെയുള്ള ചിന്തയ്ക്കപ്പുറമായിട്ട് ആത്മീയ കാര്യങ്ങൾക്കുള്ള ചിന്തകൾ ഇന്ന് കുറഞ്ഞുകൊണ്ടേ വരികയാണ്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയം ഇവൻ കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തെറ്റിയാൽ പിന്നെ പോകുന്നത് പിശാചിൻ്റെ കൂടാണ്. അതുകൊണ്ട് അവസാനം അത് കുട്ടിച്ചോറാക്കി അവൻ്റെ ജീവിതം ഒരു പരുവമാക്കി കൊടുക്കുകയും ചെയ്യും പിശാച്. അതങ്ങനെ ആവുന്ന അവസാനം അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് അവസാനം അയ്യോ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അഡിക്റ്റഡായിപ്പോയി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് മാതാപിതാക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അത് റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാന കാരണം ഇതാണ്, പിശാച് അവൻ്റെ വലയത്തിൽ അവരെല്ലാം കുടുക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് വലിയൊരു ആവശ്യമാണ്. മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കുകയും അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യണം. കാരണം നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തതിൽ കൂടിയുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ ഉള്ള കാലഘട്ടങ്ങൾ കടന്നു പോയപ്പോഴേ ഇത്രയും സൈറ്റാനിക് ആക്ടിവിറ്റീസിന് എക്സ്പോഷർ ഇല്ലായിരുന്നു. ഇപ്പോഴേ ഒരുപാട് എക്സ്പോഷേഴ്സ് ആയിക്കഴിഞ്ഞു. അതുമാത്രമല്ല നിയമങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് ഫേവർ ചെയ്ത് പോകുന്നതുകൊണ്ട് തെറ്റിപ്പോകാൻ വഴുതിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രത്യേകിച്ച് ഇന്ന് യുവതലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിനെക്കുറിച്ച് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാണല്ലോ കർത്താവേ, അത് തുടർന്ന് ഞങ്ങളത് സംസാരിക്കുന്നുണ്ട്. കർത്താവേ, അവനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ അവനെ ജ്ഞാനസമ്പൂർണനും ആയിരുന്നു, അവൻ ഐശ്വര്യമുള്ളവനായിരുന്നു, അവൻ്റെ സൗന്ദര്യപൂർണ്ണനായിരുന്നു ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എന്നാൽ അവൻ നിഗളിച്ച് തെറ്റിപ്പോയി, അങ്ങനെ അവസാനം അവനെ അന്ധകാരത്തിലേക്കായി എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഇന്ന് ആളുകളെ തെറ്റിക്കുവാനായി ഇറങ്ങിപ്പുറപ്പെട്ട് സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പിടിക്കുവാനായിട്ട് അവനിങ്ങനെ വാഞ്ചയോടുകൂടി ജീവിക്കുന്ന അനുഭവങ്ങളെ, ഭൂതത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവനായിട്ടുള്ള, ഈ ലോകത്തെ ഭരിക്കുന്നവനായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പിശാചിനെ കർത്താവേ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ അതിനെ അതിജീവിച്ചതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ കൂടി ഞങ്ങൾക്ക് വിടുതലും രക്ഷയും തന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാലും കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളെ പലരും പിശാചിൻ്റെ കെട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങളെ അവനെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ കെട്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ആ കെട്ടുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം മുടക്കിയിരിക്കുന്നത് സ്തോത്രം, വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന പൈശാചിക ശക്തികൾ യേശുവിൻ്റെ നാമത്തിലെ ഇന്ന് രാത്രികാലം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ തരാതെ അടച്ചിരിക്കുന്ന ഗർഭപാത്രങ്ങൾ ഇന്ന് രാത്രികാലം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രീതിയിൽ ജീവിതത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, മൊബൈൽ ഗെയിംസിൽ അഡിക്ഷനായിരിക്കുന്ന, അനേകം രൂപ പൈസ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, പിതാക്കന്മാരുടെ പൈസ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടെടുപ്പെ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിക്കുന്നു. കർത്താവ്, ഇവിടെയൊക്കെ വലിയ റിലീസ് വന്നു ചേരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം നീ അനുഗ്രഹിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് നിങ്ങളെ
ഏതെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ദയവായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്തോത്രത്തിനുള്ള ഒരു സമയമുണ്ട്. ഞങ്ങൾ വെള്ളിയാഴ്ച തോറും ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ അതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തരിക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളെ ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് ചെയ്യുക. ഇത് അനേകർക്ക് ഇത് പ്രയോജനമായി തീരും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.